നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫ്ലെക്സി പവർ ബാങ്ക് ഇത് നിങ്ങൾക്ക് നൽകും 72 മണിക്കൂർ ചാർജിംഗ് എക്സ്പീരിയൻസ്. CPM സമ്മേളനത്തിൽ VSന്റെ അസാധാരണ രാഷ്ട്രീയ നീക്കം. വിമർശനങ്ങളിൽ പ്രതിഷേധിച്ച് പൊതുചർച്ചയിൽ നിന്നിറങ്ങിപ്പോയി. എല്ലാം ജനത്തോട് പറയേണ്ടി വരുമെന്ന് കാരാട്ടിന് മുന്നറിയിപ്പ്. VSന്റെ കുറിപ്പ് ചർച്ച ചെയ്യാൻ PBയിൽ ധാരണ. PS പായന്നേകാലിന് ശേഷം ഒന്ന് പുറത്തു പോയിട്ടുണ്ട്. അതവിടെ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഇറങ്ങിപ്പോവാണെങ്കിൽ VS പറയില്ലേ ഞങ്ങളോട് ഞാൻ ഇറങ്ങിപ്പോവാൻ എന്ന് പറഞ്ഞിട്ടില്ല. അച്ചടക്കം പ്രധാനമെന്ന് കോടിയേരി. VS പോയത് അനുമതിയോടെ. VSനെ പിന്തുണച്ച ആലപ്പുഴയിലെ വീടിന് മുന്നിൽ ജനക്കൂട്ടം. പലയിടത്തും പോസ്റ്ററുകളും ഫ്ലക്സുകളും. കാസർഗോഡ് പ്രകടനം. CPM സമ്മേളനത്തിൽ VSന് വിമർശന ശരം. പൊന്നുകായ്ക്കുന്ന മരമായാലും ശല്യമായാൽ വെട്ടണമെന്ന് P. മോഹനൻ. കശ്മീരിൽ PDP BJP സഖ്യ സർക്കാർ യാഥാർത്ഥ്യമാകുന്നു. കശ്മീരിന്റെ പ്രത്യേക പദവിയിൽ തൽസ്ഥിതി തുടരും. സൈന്യത്തിന് സവിശേഷാധികാരം നൽകുന്ന നിയമത്തിൽ ഇളവ്. മോദി തിങ്കളാഴ്ച മുഫ്തിയുമായി ചർച്ച നടത്തും. ചന്ദ്രബോസ് കൊലക്കേസിൽ നിസാമിന്റെ ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്യും. 3 ദിവസത്തിനകം ഹാജരാകാൻ നിർദ്ദേശം. നിസാമിനെ രക്ഷിക്കാൻ പോലീസ് നാടകം കളിച്ചെന്ന് ആക്ഷേപം. ലോകകപ്പിൽ പാകിസ്ഥാന് 2ാം തോൽവി. വെസ്റ്റ് ഇൻഡീസിന്റെ ജയം 150 റൺസിന്. ഓസ്ട്രേലിയ ബംഗ്ലാദേശ് മത്സരം മോശം കാലാവസ്ഥയെ തുടർന്ന് ഉപേക്ഷിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം നാളെ മെൽബണിൽ. CPM സമ്മേളന ചരിത്രത്തിൽ അസാധാരണ നീക്കം നടത്തി സമ്മേളന വേദിയിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇറങ്ങിപ്പോയി. പൊതുചർച്ചയിൽ പ്രതിനിധികൾ കടുത്ത വിമർശനം ഉന്നയിക്കുന്നതിനിടെയായിരുന്നു VSന്റെ ഇറങ്ങിപ്പോക്ക്. VSന്റെ അസാധാരണ നീക്കം നേതാക്കളെയും പ്രതിനിധികളെയും ഒരുപോലെ അമ്പരപ്പിച്ചു. രാവിലെ 11:15 ചായയ്ക്കായി സമ്മേളനം പിരിഞ്ഞ സമയത്താണ് VS കൃഷ്ണപിള്ള നഗർ വിട്ടത്. പുറത്തുനിന്ന അടുത്ത അനുയായി വിനോദിനോട് പോകാമെന്ന് പറഞ്ഞു VS കാറിൽ കയറി. CPM രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ നീക്കത്തിന് VS തുടക്കമിട്ടു. തൻ്റെ അടുത്ത അനുയായികളോട് ഇനി തിരിച്ചു പോകുന്നില്ലെന്നും VS വ്യക്തമാക്കി. സമ്മേളന വേദിയിൽ നിന്നും ഇറങ്ങിയ ശേഷം തൻ്റെ ഫോണിൽ വിളിച്ചവരോട് താൻ ഇറങ്ങുകയാണെന്നായിരുന്നു VSന്റെ മറുപടി. കാരാട്ടിനോട് ഗുഡ് ബൈ പറഞ്ഞാണ് VS ഇറങ്ങിയതെന്ന് അടുത്ത അനുയായികളോട് വ്യക്തമാക്കിയതോടെ പാർട്ടി വിടുന്നുവെന്ന പ്രചരണം ശക്തമായി. എന്നും കൂടെ നിന്നവരോട് പുന്നപ്പറയിലെ വീട്ടിലേക്കെത്താൻ കൂടി നിർദ്ദേശിച്ചതോടെ കടുത്ത തീരുമാനത്തിലേക്ക് VS പോകുന്നുവെന്ന പ്രതീതി ഉണർന്നു. സമ്മേളന വേദിയിലേക്ക് തിരിച്ചു പോകാതെ വേലിക്കകത്ത് വീട്ടിൽ തന്നെ VS വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിൽ സമ്മേളനം ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞതോടെ അടുത്ത ബന്ധമുള്ള ചില നേതാക്കൾ VSുമായി ടെലഫോണിലും മറ്റും ആശയവിനിമയം നടത്തി. അതിനിടെ VSനെ അനുനയിപ്പിക്കാനായി കേന്ദ്ര നേതൃത്വം ഇടപെട്ടുവെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ വേലിക്കകത്ത് വീട്ടിലെ പിരിമുറക്കത്തിന് അയവ് വന്നു. എന്നാൽ VS സമ്മേളനവേദിയിലേക്ക് മടങ്ങിയില്ല. റിപ്പോർട്ടർ, ആലപ്പുഴ. സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും കേരളത്തിൽ പാർട്ടി നിലനിൽക്കുമെന്നും പാർട്ടിയുടെ കൂടെയുള്ളവർ ഒപ്പമുണ്ടാകുമെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. സമ്മേളനത്തിന് ശേഷവും VS കൂടെ ഉണ്ടാകുമോ എന്ന വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തിനാണ് കോടിയേരിയുടെ മറുപടി. ഞങ്ങൾക്ക് തെറ്റുപറ്റിയാൽ PB തിരുത്തുമെന്ന് സെക്രട്ടേറിയറ്റ് പ്രമേയം സംബന്ധിച്ച ചോദ്യങ്ങളോട് കോടിയേരി പ്രതികരിച്ചു. VS സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലെന്നും പുറത്തു പോകുമെന്ന് അറിയിച്ചാണ് പോയതെന്നും കോടിയേരി അറിയിച്ചു. VSനെ പൂർണ്ണമായും തള്ളാതെയും പാർട്ടി നിലപാടുകളെ സംരക്ഷിച്ചുമാണ് പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനം നടത്തിയത്. താൻ പുറത്തു പോകുന്നു എന്നറിയിച്ചാണ് VS പോയത്, അല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലല്ല. PS പായന്നേകാലിന് ശേഷം ഒന്ന് പുറത്തു പോയിട്ടുണ്ട്. അതവിടെ പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഇറങ്ങിപ്പോവാണെങ്കിൽ VS പറയില്ലേ ഞങ്ങളോട് ഞാൻ ഇറങ്ങിപ്പോവാൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാര്യം പാർട്ടി നേതാക്കൾ VSുമായി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും കോടിയേരി ചോദിച്ചു. ആർക്കും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാനും ഇപ്പോഴും സാധിക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ടും ബന്ധപ്പെടാൻ കഴിയുന്നവരും സംസാരിക്കാൻ കഴിയുന്നവരുമൊക്കെ ഞങ്ങളോടൊക്കെ സംസാരിക്കുന്നത് പോലെ അദ്ദേഹമായിട്ട് സംസാരിക്കും. അതിലെന്താണ് തെറ്റ്? സമ്മേളനത്തിന് ശേഷവും VS പാർട്ടിക്കൊപ്പം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കോടിയേരിയുടെ മറുപടി ഇങ്ങനെ: പാർട്ടി നിലനിൽക്കും, അതിന്റെ ഭാഗമായിട്ട് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും പാർട്ടിയിലുണ്ടാവും. ചോദ്യം ആവർത്തിച്ചപ്പോൾ കോടിയേരിയുടെ മറുപടി ശക്തമായ ഭാഷയിൽ: എന്നേക്കാൾ എത്രയോ ഉന്നതനായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു സഖാവല്ലേ VS. ഇത്രയും പരിതലപ്രജ്ഞനായിട്ടൊരു സഖാവിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അസംബന്ധമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ. തെറ്റുണ്ടെങ്കിൽ PB ഞങ്ങളെ തിരുത്തുമെന്ന് സെക്രട്ടേറിയറ്റ് പ്രമേയം സംബന്ധിച്ച ചോദ്യങ്ങളോട് കോടിയേരി പ്രതികരിച്ചു. ആ തീരുമാനത്തിൽ വല്ല തെറ്റും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ PB ഞങ്ങളെ തിരുത്തും. അത് തെറ്റാണെങ്കിൽ PB ആണ് തിരുത്തേണ്ടത്. നേരത്തെ പാർട്ടി അച്ചടക്ക ലംഘനത്തെ പറ്റി നേരത്തെ PB പറഞ്ഞിട്ടുണ്ട്. അതിൽ കോട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു നിഗമനവും അതിനകത്തില്ല. VS ആളെക്കുട്ടി പ്രകടനം നടത്തിയിട്ടില്ലെന്നായിരുന്നു VS അനുകൂല പ്രകടനം സംബന്ധിച്ച ചോദ്യങ്ങളോടുള്ള പ്രതികരണം. പതാക ഉയർത്തിയതിനു ശേഷം പ്രസംഗിക്കണമെന്ന് VS ആവശ്യപ്പെട്ടിരുന്നില്ല.
സമ്മേളനത്തിൽ VS-നെ കേന്ദ്രീകരിച്ച് വിമർശനം ഉണ്ടായിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. നാളത്തെ സമ്മേളന നടപടികളിൽ VS പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് അത് VS-നോട് ചോദിക്കണമെന്നായിരുന്നു കോടിയേരിയുടെ മറുപടി. റിപ്പോർട്ടർ, ആലപ്പുഴ. ഈ നിലയിലെ VS-നെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണാം. സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ന് വൈകുന്നേരവും VS തൻ്റെ പതിവ് നടത്തം തുടർന്നു. VS-ന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ബാലഗോപാൽ, നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ചർച്ചയിൽ എന്തൊക്കെയാണ് ഉയർന്നു വന്നത്? ആരൊക്കെയാണ് ഏറ്റവും ശക്തമായ VS വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തിയതെന്നെ സംബന്ധിച്ചൊരു വ്യക്തത കുറവുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് വന്നു തുടങ്ങിയത്. എന്തൊക്കെയായിരുന്നു പ്രതിനിധികളുടെ VS വിരുദ്ധ പരാമർശങ്ങൾ? നികേഷ്, ഉച്ചയ്ക്ക് ശേഷവും, അതായത് VS അച്യുതാനന്ദൻ സമ്മേളനത്തിൽ നിന്ന് രാവിലെ അദ്ദേഹം പുറത്തു പോയതിനു ശേഷം അദ്ദേഹത്തിനെതിരായ ആക്ഷേപങ്ങൾ, അദ്ദേഹത്തിന് എതിരായുള്ള രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഉച്ചയ്ക്ക് വിമർശനങ്ങളുടെ തീവ്രത വർദ്ധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മലപ്പുറത്ത് നിന്നുള്ള M സ്വരാജ്, മുൻ DYFI നേതാവ് M സ്വരാജിന്റെ വകയായിരുന്നു ഏറ്റവും ശക്തമായ വിമർശനം ഉണ്ടായത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ, അതായത് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടു M സ്വരാജ് ഇത്തവണ ഒരു പടി കൂടി കടന്നുകൊണ്ട് VS-നെ കുറച്ചുകൂടി തീവ്രമായി ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് നടത്തിയത്. VS ചതിയനും വഞ്ചകനും ഒറ്റുകാരനുമാണെന്നാണ് M സ്വരാജ് പറഞ്ഞത്. മരിക്കുന്നതുവരെ VS-ന് നമുക്ക് അധികാരം നൽകാം, പാർട്ടിക്ക് അധികാരം നൽകാം. മരിച്ചതിന് ശേഷം ഉത്തര കൊറിയൻ മാതൃക പിന്തുടരാമെന്നാണ് സ്വരാജ് പറഞ്ഞത്. അധികാരമില്ലാതെ എന്നാണ് VS-ന് ജീവിക്കാനായതെന്നും സ്വരാജ് ചോദിച്ചു. NN കൃഷ്ണദാസിന്റെ വിമർശനമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുൻപ് VS-ന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ അച്ചടക്ക നടപടിക്ക് വിധേയനായ പാലക്കാട്ട് നിന്നുള്ള NN കൃഷ്ണദാസും ഇന്ന് സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ട് VS-നെ വിമർശിക്കുകയുണ്ടായി. VS-നെതിരെ നടപടി വേണമെന്നാണ് കൃഷ്ണദാസ് പറഞ്ഞത്. ആദ്യകാല നേതാവ് എന്ന ആനുകൂല്യം മുതലെടുത്തുകൊണ്ടാണ് VS ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നാണ് കൃഷ്ണദാസ് പറഞ്ഞത്. VS-നെ നടപടിക്ക് വിധേയമാക്കണമെന്നാണ് കൃഷ്ണദാസിന്റെ ആവശ്യം. ഇടുക്കിയിൽ നിന്നുള്ള ഒരു പ്രതിനിധി പറഞ്ഞത് RMP എന്ന പാർട്ടിയുടെ ജനയിതാവ് തന്നെ VS അച്യുതാനന്ദൻ എന്നാണ്. തൃശ്ശൂരിൽ നിന്നുള്ള ബാബുവം പാലിശ്ശേരിയും VS അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതൃ പദവിയിൽ നിന്ന് നീക്കണമെന്നും അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ VS-നെതിരെ ശക്തമായ ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ നടപടി വേണമെന്നുള്ള ആവശ്യമായിരുന്നു ഉയർന്നിരുന്നത്. ഇതിനിടയിൽ ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളും VS-ന് വേണ്ടി ഉണ്ടായിരുന്നു. അത് കൊല്ലത്ത് നിന്നുള്ള PK ഗോപനാണ് VS-നെ നടപടിക്ക് വിധേയരാക്കരുതെന്ന് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തെ തെറ്റിദ്ധരുത്തി പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഗോപൻ പറയുകയും ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള മറ്റൊരു പ്രതിനിധി VS അച്യുതാനന്ദൻ ഈ വേദിയിലില്ല എന്നും അദ്ദേഹം എവിടെ പോയി എന്ന് പ്രസീഡിയം വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ അതിനോട് പ്രതികരിച്ചില്ല. നികേഷ്. ബാലഗോപാൽ, ചർച്ചയുടെ വിശദാംശങ്ങളാണ് അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചത്. മറ്റന്നാൾ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കണം. ആരായിരിക്കും സംസ്ഥാന സെക്രട്ടറി എന്ന് സംബന്ധിച്ച് അനൗപചാരിക കൂടിയാലോചനകളെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? കോടിയേരിയുടെ പേര് ശക്തമായി നിലനിൽക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ കോടിയേരിയുടെ പേര് മാത്രമേ ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർ അടക്കം പറയുന്നത് EP ജയരാജൻ്റെ പേരാണ്. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? 2 പേരുകൾ ഉയർന്നു വരിക, അതിലൊരു പേര് തിരഞ്ഞെടുക്കുക എന്നതാണോ, അതോ കോടിയേരി എന്ന ഒറ്റ പേരിൽ നിൽക്കുകയാണോ? നികേഷ്, കോടിയേരിക്കാണ് സാധ്യതകൾ കൂടുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച ഒരു സീരിയസ് ചർച്ചയിലേക്ക് പാർട്ടി കടന്നിട്ടില്ല. നാളെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ പാർട്ടിയിൽ ആരംഭിക്കുന്നതായിരിക്കും. നാളെ വൈകിട്ടോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും കോടിയേരിയുടെ സാധ്യത വ്യക്തമാക്കുന്ന മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഇന്ന് ആദ്യ ദിവസം പിണറായി വിജയനായിരുന്നു ആലപ്പുഴ വാർത്താ സമ്മേളനം നടത്തിയത്. രണ്ടാമത്തെ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ. ഇന്ന് MV ജയരാജനായിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജനായിരുന്നു വാർത്താ സമ്മേളനം MV ഗോവിന്ദൻ മാസ്റ്ററായിരുന്നു വാർത്താ സമ്മേളനം നടത്തേണ്ടിയിരുന്നത്. എന്നാൽ ഇന്നും പാർട്ടി ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിയ ഒരു സാഹചര്യത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കോടിയേരി ബാലകൃഷ്ണനാണ് വാർത്താ സമ്മേളനം നടത്തിയത്. ഒരു ഭാവി സെക്രട്ടറിയുടെ തരത്തിലാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത്. കോടിയേരിയുടെ കാര്യത്തിൽ ഏതാണ്ട് ഏറെക്കുറെ സമ്മതം എന്ന് വേണം കരുതപ്പെടേണ്ടത്. കാരണം ഇപ്പോൾ തെറ്റി നിൽക്കുന്ന VS-ന് പോലും കോടിയേരിയോട് പിണറായിക്കോട് ഉള്ളത്ര ദേഷ്യമോ മറ്റോ ഇല്ല എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു സീരിയസ് ചർച്ചയിലേക്ക് CPM കേന്ദ്ര നേതൃത്വം ഞാൻ മടങ്ങിയെത്താം. ആവശ്യമുള്ളപ്പോൾ ഒരിക്കൽ കൂടി വിളിക്കാം. ബാലഗോപാൽ, അഡ്വക്കേറ്റ് ജയശങ്കർ, സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക,
തിരിച്ചു വരാതിരിക്കുക, വേലിക്കകത്തെ വീട് സാധാരണഗതിയിൽ ഗേറ്റ് കൊണ്ട് അടച്ചിടാറില്ല, ഇത്തവണ ഗേറ്റ് അടച്ചിടുക, വിശ്വസ്തരോട് ഞാൻ മതിയാക്കി എന്ന് പറയുക, ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന, തിരിച്ചു വരാത്ത, മതിയാക്കിയ ഒരു നേതാവിനോട് എന്നാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറയാൻ കഴിയുന്നില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്? അല്ല, അതിൽ പണ്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫ്രാൻസ് നീഡ്സ് മീ ദാൻ ഐ നീഡ് ഫ്രാൻസ്. ഫ്രാൻസിന് എന്നെയാണ് ആവശ്യം, എനിക്ക് ഫ്രാൻസിനേക്കാൾ. VSൻ്റെ കാര്യം അത് തന്നെയാണ്. ഈ പാർട്ടിയെ കൊണ്ടിനി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പാർട്ടിക്ക് അദ്ദേഹത്തെ വേണം. എന്തിനാ? വരുന്ന തെരഞ്ഞെടുപ്പിന് ഫ്ലക്സ് ബോർഡിൽ പടമടിക്കാൻ. അല്ലാണ്ട് പിണറായി വിജയൻ്റെയോ എൻ മാധവൻകുട്ടിയുടെയോ എം സ്വരാജിൻ്റെയോ പടം വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും CPM വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വോട്ട് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരാണ് ഈ പ്രകടനം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയൻ. VS അച്യുതാനന്ദന് 92 വയസ്സായില്ലേ? എം സ്വരാജ് പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റുകാരനും ചതിയനും വേണ്ടി ഇതൊക്കെ സ്വരാജ് സ്വന്തമായിട്ട് പറഞ്ഞതാണ് നികേഷ് വന്നത്. ഇതൊക്കെ ഇയാൾ പറയിപ്പിക്കുന്നതാണ് ഈ പിണറായി വിജയൻ. ഒറ്റുകാരനും ചതിയനും കുടിലനുമായ നേതാവ് പിണറായി വിജയനാണ്. അദ്ദേഹം ഈ പറയിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ഈ ഡിങ്കിരി വാലന്മാരെ കൊണ്ട്. ചാടിക്കളിയടാ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കണ ഒരു കുട്ടിക്കുരങ്ങനാണ് ഈ സ്വരാജ്. അവനൊക്കെ എന്ത് പോന്നവാസം പറയാം. അങ്ങനെ പറയുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ പേർക്ക് രോമാഞ്ചം ഉണ്ടാവും. പക്ഷേ ഇതിനൊക്കെ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരും. ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ VS അച്യുതാനന്ദൻ, എം സ്വരാജല്ല അവൻ്റെ അച്ഛൻ, വള്ളി ലിക്കറിട്ട് നടക്കുന്ന കാലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളാണ്. ആ VS അച്യുതാനന്ദനെ പുറത്താക്കാൻ ഇനി സ്വരാജാണ് വരുന്നത്. നല്ല കാര്യമായി. ഈ നാട്ടിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വരാജൊക്കെ നാളെ കഴിഞ്ഞ് മറ്റുന്ന റോഡിൽ കൂടെ ഇറങ്ങുമ്പോൾ ആൾക്കാർ താടിക്കിട്ടിടോ അവൻ്റെയൊക്കെ. അതറിയാമോ? ഇപ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താം. അതൊക്കെ കേൾക്കാനും കൈയടിക്കാനും കുറേ കുരങ്ങന്മാർ കൊഞ്ഞാണന്മാരുണ്ടാവും. നമ്മുടെ സുധാകരൻ്റെ ഭാഷ പറഞ്ഞ ഈ പക്ഷേ 600 കൊഞ്ഞാണന്മാരകത്തും 3.5 കോടി ആളുകൾ പുറത്ത് നിൽക്കുക. അതാണ് പ്രശ്നം. ഈ ഒറ്റുകാരൻ, ചതിയൻ, വഞ്ചകൻ എന്ന് വിളിക്കുമ്പോൾ തന്നെ മരിക്കുന്നത് വരെ അധികാരം നൽകാം. അതായത് വലിയ അധികാര ഭ്രാന്തനാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ അധികാരം വേണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ പറയുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറിയൻ മാതൃക പിന്തുടരാം എന്ന് പറയുമ്പോൾ മന്ദബുദ്ധിയായ മകനെ പിടിച്ച് അധികാരം ഏൽപ്പിക്കാം, കിം ജുങ് ഇല്ലിനെ നമുക്ക് പുനഃസൃഷ്ടിക്കാം എന്ന വാദമാണ്. അതല്ല, ഉത്തര കൊറിയയിലെ സഖാവ് കിം ജോങ് ഉൻ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ, വൃദ്ധനായ അമ്മാവനെ പട്ടിക്കിട്ട് കൊടുത്ത് സംഭവിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ പിണറായി വിജയനും സ്വരാജും കൂടി അച്യുതാനന്ദനെ ഇനി പട്ടിക്കിട്ട് കൊടുക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പത്രത്തിൽ വായിച്ചില്ലേ? അമ്മാവനെയും അമ്മായിയെയും കൊലപ്പെടുത്തി. അങ്ങനെയാണ് ഉത്തര കൊറിയയിലുണ്ടായത്. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. സ്വരാജ് എന്താ ഉദ്ദേശിച്ചത് സ്വരാജിന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഇവനെപ്പോലെയുള്ള കുരങ്ങന്മാർ, കൊഞ്ഞാണന്മാരാണ് ഈ പാർട്ടിയുടെ കുഴി തോണ്ടുന്നത്. അത് മനസ്സിലായില്ലേ? പണ്ട് ഇയാളെ കുരങ്ങൻ കുഞ്ഞാമെന്ന് വിളിച്ചില്ലേ? മറ്റൊരു കുരങ്ങനാണ് ഈ സ്വരാജ്. മനുഷ്യൻ കുരങ്ങൻ പരിണമിച്ച് മനുഷ്യൻ്റെതായിട്ടേക്കണേ, മനുഷ്യൻ പരിണമിച്ച് കുരങ്ങനായവനാണ് സ്വരാജ്. NM പിയേഴ്സൺ, പിയേഴ്സൺ, രാവിലെ മുതൽ കേൾക്കുന്ന വാർത്ത VS അച്യുതാനന്ദൻ യോഗം ബഹിഷ്കരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷമുണ്ടാകുന്ന സമ്മർദ്ദം, ആ സമ്മർദ്ദമെല്ലാം തന്നെയും CPMനെ വീണ്ടും അദ്ദേഹത്തിലേക്ക് ചെന്നെത്താൻ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് വിവിധ കോണുകളിൽ നിന്ന് വ്യത്യസ്ത വിവരങ്ങളാണ് നൽകുന്നതെങ്കിൽ പോലും രമ്യതയിലെത്തി എന്നാണ് അല്പം മുമ്പ് പോലും അറിയിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ വലിയ തോതിൽ ഉയർത്തിപ്പിടിക്കുന്ന VS അച്യുതാനന്ദനുണ്ടല്ലോ, അദ്ദേഹം തന്നെയും ഈ വിഷയം ഈ തരത്തിൽ സമ്മർദ്ദമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് തൻ്റെ അധികാരം കൈപ്പിടിയിൽ നിർത്തുന്നതിന് വേണ്ടിയും തൻ്റെ സ്വാധീനം നിലനിർത്തുന്നതിന് വേണ്ടിയും തൻ്റെ സ്ഥാനങ്ങൾ അതേപടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയും മാത്രമല്ലേ? അല്ല, പലപ്പോഴും സംഭവിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതയുടെ രാഷ്ട്രീയത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള നേതൃത്വത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം തന്നെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ച് പിണറായി വിജയൻ ചിന്തിക്കുമ്പോൾ പിണറായി വിജയനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ച് VSും ചിന്തിക്കുന്നു. പക്ഷേ VSും പിണറായിയും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എത്രയോ ആളുകളാണ് പാർട്ടിയിൽ നിന്ന് തെറിച്ചു പോയിട്ടുള്ളത്. എത്രയോ ആളുകളുടെ ജീവിതമാണ് അവർ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വലിയ തരത്തിലുള്ള ലെനിനിസ്റ്റ് സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നതായിട്ടുള്ള പാർട്ടി സംഘടന സംവിധാനം എന്ന് പറയുന്നത് എതിരാളികളുടെ തലയെറുത്ത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് ഉപയോഗിക്കപ്പെട്ടതായിട്ടുള്ള ചരിത്രമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ 16 വർഷക്കാലത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CPM-ന്റെ പ്രത്യയശാസ്ത്രത്തെയും അതേപോലെ തന്നെ അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മേൽപ്പുരയും തകർത്ത ഒരു കാലഘട്ടമായിരുന്നു പിണറായി വിജയൻ്റെ ഈ ഭരണകാലഘട്ടം എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ സമുന്നതമായിട്ടുള്ള സവിശേഷതകൾ മുഴുവനും വെട്ടിമാറ്റപ്പെടുകയും തികച്ചും വ്യക്തി കേന്ദ്രീകൃതവും അധികാര കേന്ദ്രീകൃതവുമായി ഇത് മാറ്റം ചെയ്യപ്പെട്ടപ്പോൾ കുത്തക ആഭിമുഖ്യമുള്ളതായിട്ടുള്ള നേതൃത്വത്തിൻ്റെ കൈകളിലേക്ക് പാർട്ടി എത്തപ്പെട്ടതായിട്ടോ വലിയൊരു ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. VS ഉയർത്തുന്ന പല യുദ്ധങ്ങളും അതിനെതിരായി തീരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഒരു നിലയൊക്കെ VS-ന് ഉണ്ടോ അഡ്വക്കേറ്റ് ജയശങ്കർ? ഇപ്പോൾ പരസ്പരം പോരടിക്കുകയാണ്. പിണറായി വിജയന് 1 കൊടുത്താൽ VS 2 കൊടുക്കും. അങ്ങനെ പോരടിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാന നേതൃത്വം. നമുക്ക് ഇപ്പം പ്രകാശ് കാരാട്ടിൻ്റെയും സീതാറാം യെച്ചൂരിയുടെയും ഒക്കെ ശരീരഭാഷ നോക്കിയാൽ ഞങ്ങൾ തോറ്റു, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നതുപോലെ വരട്ടെ എന്ന നിലയാണ് അവരുടേത്. അങ്ങനെ സംസ്ഥാന നേതൃത്വം പോരടിക്കുന്നു, മറ്റവർ പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തുന്നു. ബംഗാളിൽ അറിയാമല്ലോ, രണ്ടാമത്തെ കക്ഷി വേറെയായി. ഇനിയിപ്പോൾ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാനുള്ളത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ഈ പറയുന്ന VS-നും ഈ പറയുന്ന പിണറായിക്കും ഈ പറയുന്ന കേന്ദ്ര നേതൃത്വത്തിനും അറിയുന്നില്ലേ? അല്ല, ഈ കേന്ദ്ര നേതൃത്വത്തിലേക്കുന്ന ആളുകൾ ത്രാണിയില്ലാത്തവരാണ്ടാണല്ലോ ഇത് പറ്റിയത്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമില്ലേ, ഈ പ്രകാശ് കാരാട്ടാണ് ഇന്ത്യൻ ഗോർബച്ചേവ്. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അന്ത്യകൂദാശ കഴിച്ച് 6 അടി മണ്ണിൽ കുഴിച്ച് മൂടിയിട്ട് അദ്ദേഹം ഗോർബച്ചേവിനെ പോലെ യൂണിവേഴ്സിറ്റികളിൽ പ്രസംഗിക്കാൻ പോകും. ആ ഉത്തരവാദിത്തം, ആ ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് നമ്പൂരിപ്പാട് പോയിട്ടുള്ളത് പ്രകാശ് കാരാട്ടിന്. ഈ പാർട്ടിയുടെ ശവമടക്ക് നടത്തി അതിൻ്റെ മുകളിൽ RIP എന്നെഴുതിയ ഒരു കുരിശ് നാട്ടിയിട്ട് വേണം പോകാനായിട്ട്. ഇദ്ദേഹത്തെ പോലെ നിർഗുണനായ ഒരാൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നുകൊണ്ടുള്ള പാർട്ടിക്ക് ഗതികേടുണ്ടായത്. അതുകൊണ്ടല്ലേ നന്ദിഗ്രാമിൽ വെടിവെപ്പുണ്ടായപ്പോൾ അതിന് ഇദ്ദേഹം ന്യായീകരിച്ചത്. സലീം ഗ്രൂപ്പുകാരെ വിളിച്ചു വരുത്തി നന്ദിഗ്രാമം ഏൽപ്പിച്ചുകൊണ്ടാണല്ലോ ഇതിപ്പോൾ പശ്ചിമ ബംഗാളിൽ ഈ കുഴപ്പമുണ്ടായിട്ടുള്ളത്. പണ്ട് നമ്മൾ വിളിച്ചിരുന്നൊരു മുദ്രാവാക്യമുണ്ട്, കേരളം ഞങ്ങൾ ബംഗാളാക്കുന്നത്. ഇപ്പോൾ ആ മുദ്രാവാക്യം വിളിക്കുന്ന BJP-കാരാണ്. കാരണം ബംഗാളിൽ BJP മുന്നേറുകയാണ്, കേരളത്തിലും ഇനി BJP മുന്നേറും. BJP മുന്നേറിയേ തീരൂ എന്ന രീതിയിലേക്കാണ് ഇപ്പം ഇവർ കൊണ്ടുപോകുന്നത്. പിണറായി വിജയനോ അല്ലെങ്കിൽ EP ജയരാജനോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കണോ വേണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം തേടേണ്ടത്. അല്ലാണ്ട് VS അച്യുതാനന്ദന് 92 വയസ്സായി. ഇനി പുള്ളിയിൽ നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും ചെയ്യാൻ പറ്റുകയില്ല. VS-നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, VS-നെ കൊണ്ട് പാർട്ടിക്കാണ് ആവശ്യം. VS-ന് പാർട്ടിയിൽ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ല. VS-ൽ നിന്നൊന്നും പാർട്ടിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മറിച്ചാണ് സംഭവിക്കേണ്ടത്. VS-നെ പോലെ ഈ പ്രായമായൊരു നേതാവിനെ, മാർക്സിസ്റ്റുകാർക്ക് പിന്നെ ഒരു ചടങ്ങുണ്ട്, ഒരാൾ മരിക്കണക്ക് മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. AKജിക്ക് ശേഷം EMS ആണ് പാർട്ടിയിൽ നിന്ന് മരിച്ചത്. എത്ര നേതാക്കന്മാരെ പുറത്താക്കിയിട്ടുണ്ട്. ചാത്തൂരി മാസ്റ്റർ പുറത്താക്കിയില്ലേ, MV രാഘവനെ പുറത്താക്കിയില്ലേ, കുഞ്ഞിക്കണ്ണനെ പുറത്താക്കിയില്ലേ, പുത്തലത്തിനെ പുറത്താക്കിയില്ലേ, ഗൗരിയമ്മയെ പുറത്താക്കിയില്ലേ? ഇവരൊക്കെ എന്ത് തെറ്റിയായിട്ടാണ് പുറത്താക്കിയത്? CP ജോൺ, CP ജോൺ, പുറത്തു നിന്നാണെങ്കിലും താങ്കളുടെ നിരീക്ഷണം എന്താണ്? VS പാർട്ടിക്ക് പുറത്തേക്കാണോ? VS പാർട്ടിക്കകത്ത് വലിയ പോരടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ VS-നെ വളരെ നിരീക്ഷിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയും, VS ഇരട്ട യുദ്ധം നടത്തുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം UDF-നെതിരായിട്ട് വലിയ സമരങ്ങൾ നടത്തി. ഒടുക്കം സുപ്രീം കോടതി തന്നെ പറഞ്ഞു, ഇനി പ്ലീസ് ഇങ്ങോട്ട് വരരുത്, ഞങ്ങൾക്ക് മതിയായി എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ VS അത്തരത്തിൽ നടത്തുന്ന UDF-നെതിരെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ നടത്തുന്ന സമരങ്ങളെ ഒക്കെ CPM പരവരാനിയിട്ട് സ്വീകരിക്കുന്നുണ്ടല്ലോ. പക്ഷെ VS പാർട്ടിക്കകത്തും സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് അത് പാർട്ടിക്കകത്തെ സംഘടനാ പ്രശ്നം എന്നതിലപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന്റെ പ്രശ്നമായിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് 2 ദിവസമായിട്ടുള്ള ചർച്ചയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യം. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് TP വധക്കേസിനെ വിവരിച്ചത് പ്രതിയോഗികളെ എന്നുള്ള വാക്കല്ല, പൊതു സമൂഹത്തിലുള്ള പൊതുപ്രവർത്തകരെ ഫാസിസ്റ്റ് രീതിയിൽ ഉന്മൂലനം ചെയ്യുന്ന പാർട്ടിയാണ് CPM-ന്റെ നേതൃത്വം എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ VS പിണറായി സംഘർഷം എന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ പ്രവർത്തന ശൈലിയിലെ സ്റ്റാലിനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന, ഒരുപക്ഷെ അദ്ദേഹം സ്റ്റാലിനിസ്റ്റ് എന്ന് വിളിക്കില്ല. അവിടെയാണ് ശ്രീ CP ജോൺ, VS അച്യുതാനന്ദനെ പോലെ ഒരാൾ ആ പാർട്ടിക്കകത്ത് നിൽക്കുകയാണല്ലോ. ഈ സ്വരാജ് അടക്കമുള്ളവർ ആക്ഷേപിക്കുന്നത് മരിക്കുന്നത് വരെ VS അച്യുതാനന്ദന് അധികാരം വേണം. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് അധികാരം വേണം. ആ മരണത്തിന് ശേഷം കൊറിയൻ മാതൃക സ്വീകരിക്കാം എന്നാണ്. അതിന് വ്യത്യസ്ത വാദങ്ങളുണ്ട്, എന്താണ് കൊറിയൻ മാതൃക എന്നത് സംബന്ധിച്ച്. അങ്ങനെ അധികാരത്തിൽ തുടരുന്ന പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന VS അച്യുതാനന്ദൻ പാർട്ടിക്ക് നൽകിയ കുറിപ്പിൽ, പിന്നീട് അദ്ദേഹം മലയാള മനോരമയിൽ എന്ന പാർട്ടി വിരുദ്ധ പത്രത്തിൽ പ്രചരിപ്പിക്കുന്ന കുറിപ്പിൽ പറയുന്നത് സോഷ്യൽ ഫാസിസ്റ്റ് എന്നാണ്.
സ്വന്തം പാർട്ടിയെ സോഷ്യൽ ഫാസിസ്റ്റായി വി എസ് അച്യുതാനന്ദൻ കാണുന്നു. അങ്ങനെ ഒരാളെ സ്വാഭാവികമല്ലേ പിണറായി വിജയനെ പോലുള്ള സംസ്ഥാന സെക്രട്ടറി ഇദ്ദേഹത്തിന് പാർട്ടി വിരുദ്ധ മനോഭാവമാണ് എന്ന് പറയൽ? അത് തന്നെയാണ് വിഷയം. സ്വന്തം പാർട്ടിയെ സോഷ്യൽ ഫാസിസ്റ്റ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ അച്യുതാനന്ദൻ പോലും തയ്യാറായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമൂർത്തമായിട്ടുള്ള പ്രശ്നം. അതിന് മറുപടി പറയാൻ CPM-ന് കഴിയുന്നില്ല. ഞങ്ങൾ ഫാസിസ്റ്റ് അല്ല. എന്താണ് അച്യുതാനന്ദൻ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? വാട്ട് യു മീൻ എന്ന് ചോദിക്കാൻ CPM-ന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കഴിയുന്നില്ല. എന്നെ കണ്ടാൽ കിണ്ണം കട്ടുവോ എന്ന് തോന്നുന്ന സ്ഥിതിയിലാണ് അവരുള്ളത്. അവരുടെ TP ചന്ദ്രശേഖരൻ മരിച്ച സന്ദർഭത്തിൽ അവർ അനുശോചന പ്രമേയം കേന്ദ്ര കമ്മിറ്റി പോലും പാസാക്കി. വാസ്തവത്തിൽ ചന്ദ്രശേഖരൻ അവർ കൊല്ലപ്പെടുകയായിരുന്നില്ലെങ്കിൽ അത്ര ഒരു അനുശോചനം ഉണ്ടാകുമായിരുന്നില്ലായിരുന്നു. പക്ഷേ ഇന്നോ സമ്മേളനം വന്നപ്പോൾ വായിക്കുന്നത് കുഞ്ഞനന്ദന്റെ കത്താണ്. സമ്മേളനത്തിൽ വായിക്കുന്നത് മനോജിന്റെ കത്ത് വായിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്തരത്തിൽ ഫാസിസ്റ്റാണ് എന്ന് അച്യുതാനന്ദൻ പറയുമ്പോൾ ഫാസിസ്റ്റ് അല്ല എന്ന് പൊതുസമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിനും അങ്ങനെ പറഞ്ഞത് വളരെ മോശമായി പോയി എന്ന് പൊതുസമൂഹം അച്യുതാനന്ദനോട് പറയുന്ന തരത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിനും പിണറായിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നതാണ് കാതലായിട്ടുള്ള പ്രശ്നം. ഫാസിസ്റ്റ് എന്നും സോഷ്യൽ ഫാസിസ്റ്റ് എന്നും അച്യുതാനന്ദൻ തന്റെ പാർട്ടിയെ വിളിക്കുമ്പോൾ അയ്യേ അത് വളരെ മോശമായി അദ്ദേഹം പറഞ്ഞത് എന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റ് അല്ലാത്തയാളും ജനാധിപത്യ വിശ്വാസിയും ഒരു രാഷ്ട്രീയമില്ലാത്തയാളും പറയുന്നില്ല എന്നതാണ് CPM-ന്റെ ഗതികേട്. നികേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് കേരളത്തിൽ സമ്മേളനത്തെ ഇന്ത്യൻ ഇടതുപക്ഷവും ഇന്ത്യൻ രാഷ്ട്രീയം നോക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ബംഗാളിൽ 3-ാം സ്ഥാനം ഉറപ്പാക്കിയിരിക്കുന്നു പാർട്ടി. കൃഷ്ണഗഞ്ച് ജില്ലയിൽ ഇന്ന് BJP 3% മണ്ഡലത്തിൽ 3% 30% കയറുന്നു 4 കൊല്ലക്കാലം കൊണ്ട്. ഇനി ഒരു പെരുത്തുള്ളത് കേരളമാണ്. ആ കേരളത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുന്നത് തികഞ്ഞ അരാജകത്വമാണ്. തുടരുക. ശ്രീ ഭാസുരേന്ദ്ര ബാബു, പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ വി എസ് അച്യുതാനന്ദൻ ശ്രമിച്ചു. ലാവലിൻ കേസിൽ തന്നെ അഴിമതിക്കാരനാക്കാൻ ശ്രമിച്ചു. TP വധക്കേസിൽ ഒടുവിൽ കൊലപാതകയാക്കാൻ ശ്രമിച്ചു. അങ്ങനെയുള്ളൊരു വി എസ് അച്യുതാനന്ദനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിച്ച പിണറായി വിജയൻ ഇന്നിപ്പോൾ വി എസ് അച്യുതാനന്ദൻ മറുതന്ത്രം എടുത്തപ്പോൾ അനുനയത്തിന് ആളെ അയക്കുകയാണോ? അതൊരു അനുനയം ആണ് എന്ന് നമുക്ക് പൂർണ്ണമായും കരുതണമെന്നില്ല. കാര്യം പാർട്ടി എന്താ ഈ സംസ്ഥാന തല സമ്മേളനം നടക്കുകയാണ്. അവിടെ ഒരു ഡോക്യുമെന്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി എന്ത് പറഞ്ഞാലും VS എന്ത് പറഞ്ഞാലും ആ ഡോക്യുമെന്റ് ആണ് ഇതേ സംബന്ധിച്ച് സംസാരിക്കേണ്ടത്. അതിന്റെ ചർച്ച നടക്കും. സംഘടനാ റിപ്പോർട്ടിന്റെ ചർച്ച നടക്കുകയുമാണ്. പക്ഷെ അപ്പോഴും പാർട്ടിയിൽ ഒരാൾ തുടരുന്നതിന്റെ അവസാന അവസരം ചുരുക്കത്തില് ഇപ്പൊ VS അച്യുതാനന്ദനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം നേരത്തെ പറഞ്ഞ മുതിർന്ന നേതാവാണ്, സ്ഥാപക നേതാവാണ്. അതുകൊണ്ട് ചില പ്രത്യേക സൗജന്യങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുക ഇളം തലമുറയിൽപ്പെട്ട സഖാക്കളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും നിലവാരത്തിൽ VS അച്യുതാനന്ദന് പാർട്ടിയിൽ തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ ഔപചാരികം മാത്രമായിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി അദ്ദേഹത്തിന് വിശ്വസ്തരായ ആൾക്കാരെ അയച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അതിന്റെ പിറകിലുള്ള നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും ഒരു മെഴ്സി പെറ്റീഷന്റെ ഫലമാണ് അത് ചെയ്യാൻ. പക്ഷേ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇതെന്തൊരു ജുഗുപ്സാവഹമാണ്. ഒരു പാർട്ടിയാണ് CPM. ആ പാർട്ടിയിൽ വി എസ് അച്യുതാനന്ദനെ അനുനയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകാരെ സംസ്ഥാന സെക്രട്ടറി ഉപയോഗിക്കുക, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? നയതന്ത്രത്തിന്റെ ഒരു സവിശേഷതയാണ് നികേഷ് കുമാർ. ഒരു പാർട്ടി എന്നാൽ നിങ്ങൾ പറയുന്നത് മാതിരി 1+1=2 എന്ന് പറയുന്ന ലളിതമായ സമവാക്യത്തിൽ അധിഷ്ഠിതമല്ല. അതിനകത്തുള്ള അന്തർഗതങ്ങൾ, അന്തർധാരകൾ, അതിനകത്ത് അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നാടകീയതകൾ, സമീപന വ്യത്യാസങ്ങൾ, ഇതൊക്കെ സമാഹരിച്ച് ഒരു സമവായം ഉണ്ടാക്കുന്ന ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ പല നിലവാരത്തിലുള്ള ശ്രമങ്ങൾ വേണ്ടിവരും. ചന്ദ്രൻപിള്ളയും ശ്രീ ശർമ്മയും ഒക്കെ അദ്ദേഹത്തിനൊപ്പം നിന്ന പഴയ ആൾക്കാർ തന്നെയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കില്ല എന്ന് അവർ തെളിയിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുന്നത് പഴയ നേതാവ് നിലയ്ക്കല്ല, മറിച്ച് ചേരിമാറിയ പഴയ അനുയായികൾ എന്ന നിലയ്ക്കായിരിക്കാം. ഏതായാലും സംഭാഷണങ്ങൾക്കും കമ്മ്യൂണിക്കേഷനും കൂടുതൽ സാധ്യത ഉണ്ടാകട്ടെ എന്ന നിലയ്ക്കാണ് രണ്ടുപേരെ അയച്ചിട്ടുണ്ടാവുക. ഞാൻ മടങ്ങിയെത്താം ശ്രീ ഭാസുരേന്ദ്ര ബാബു താങ്കളിലേക്ക്. M സ്വരാജ് DYFI നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സ്വരാജ്, നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കളെ പ്രസംഗത്തിൻ്റെ പേരിൽ വിമർശിച്ചിരുന്നു. അതുകൊണ്ടാണ് താങ്കളെ ടെലിഫോൺ ലൈനിൽ ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് താങ്കൾ വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ കൊറിയൻ മാതൃക സ്വീകരിക്കാമെന്ന് സമ്മേളനത്തിൽ പറഞ്ഞത്? അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്,
ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായി താങ്കൾ ചോദിക്കുന്നു, അതിന് ഞാനൊരു മറുപടി പറയുന്നു എന്നുള്ളത് ഊഹിക്കുക. കാരണം പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, അടുത്ത ചോദ്യം താങ്കളുടേത് നിങ്ങൾ ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും CPM-ൽ നിന്ന് എങ്ങനെയാണോ വാർത്ത കിട്ടുന്നത് ആ വാർത്ത കിട്ടുന്ന രീതി തന്നെയാണ് ഇതിനും അവലംബിച്ചിട്ടുള്ളത്. ഇനി പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യം എന്നോട് ചോദിക്കേണ്ടിയിരുന്നില്ലേ? അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ആളുകളെ, ഞാൻ അവരെ ഒന്നും വ്യക്തിപരമായി ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ജയശങ്കർ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ കുടുംബാന്തരീക്ഷവുമായിരുന്നില്ല എന്റേത്. അതുകൊണ്ട് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്നെ എങ്ങനെയൊക്കെയാണോ ആക്ഷേപിക്കാവുന്നത്, എന്നെ കുരങ്ങെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഇപ്പൊ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. എനിക്കതിന് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. എന്നെ കണ്ടപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിക്കാണുമായിരിക്കും. ആവട്ടെ, തിരിച്ച് ഞാൻ അദ്ദേഹത്തെ കുരങ്ങെന്ന് വിളിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്നുള്ളത് മാത്രമല്ല കുരങ്ങിന് ഇഷ്ടപ്പെടുമെന്നുള്ളതും ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്കിപ്പോ അങ്ങനെ പോകണ്ട. ഞാൻ പറയുന്നത്, ഞാൻ CPIM-ന്റെ കേരള സംസ്ഥാന സമ്മേളനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയായി പങ്കെടുത്ത ഒരാളാണ്. ആ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയുടെ അവകാശം ഉപയോഗിച്ച് എന്റെ ഡെലിഗേഷന്റെ ചർച്ചയിൽ എനിക്ക് പങ്കെടുക്കാം. ആ ചർച്ച പൊതു ചർച്ചയിൽ ഉന്നയിക്കാൻ എന്നെയാണ് ചുമതലപ്പെടുത്തുന്നതെങ്കിൽ എനിക്ക് അതിൽ പങ്കെടുക്കാം. അതിൽ ഡെലിഗേഷൻ എന്നെ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ എനിക്ക് പറയാം. അതിന് താങ്കളുടെയോ മറ്റാരുടെയെങ്കിലുമോ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു സമ്മതം എനിക്ക് വേണ്ടതില്ലല്ലോ. അത് എന്റെ പാർട്ടി എനിക്ക് അനുവദിച്ചു തരുന്ന, എന്റെ ഡെലിഗേഷൻ അനുവദിച്ചു തരുന്ന അവകാശമല്ലേ? അതിന് നിങ്ങൾ എന്തിനിങ്ങനെ ബേജാറാവണം? ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ എന്റെ വായിൽ എന്തിനു തിരുകണം? ശ്രീ ജയശങ്കർ, ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാന്യനായ ജയശങ്കർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗവും നേതാവും അതിന്റെ അഭിഭാഷക സംഘടനയുടെ വലിയ ആളുമൊക്കെയാണെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതല്ലേ ഉചിതം? നിങ്ങൾ ഇനി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്കാണ് സ്വയം അവകാശപ്പെടുന്നതെങ്കിൽ നിങ്ങൾ നിരീക്ഷിച്ചോളൂ. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സമ്മേളനത്തിനകത്ത് ഒരു ഡെലിഗേഷൻ നടത്തിയ ചർച്ചയെക്കുറിച്ചുള്ള കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്നതും എന്നെ കുരങ്ങനെന്ന് വിളിക്കുന്നതും എന്റെ മേലെ കുതിര കയറുന്നതും ഏത് ജനാധിപത്യ മര്യാദയുടെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും അടിസ്ഥാനത്തിലാണ്? വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ KM ഷാജഹാൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ഭാസുരേന്ദ്ര ബാബു, സ്വരാജ്, അപ്പുകുട്ടൻ വള്ളിക്കുന്ന്. ശർമ്മയും ചന്ദ്രൻപിള്ളയും VS-നടുത്തേക്ക് എത്തിച്ചത് എന്തായാലും പാപ്പരത്തം എന്ന നിലയിലാണ് വിലയിരുത്തപ്പെടുന്നത്. CP ജോൺ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. 8 അവർ അവസാനിക്കുന്നു. നമസ്കാരം.